ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിഷ്ണു പറയുകയാണ്, ഈ സത്യഭാമയുടെ മകൻ എന്ന് പറയുന്നത് ശാലിനിയുടെ മനസ്സിൽ ഭീകരനും ദുഷ്ടനുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. എടാ, അത് ഞാനാണെന്നറിഞ്ഞാൽ കഥ മാറിപ്പോകും. എടാ, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ അവളുടെ മനസ്സിലേക്ക് എന്നെ തന്നെ കയറ്റാൻ നോക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അടുപ്പമൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ തന്നെയാണ് സത്യഭാമയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ തകരില്ലേ? ദാസൻ ചോദിക്കുകയാണ്, അത് എങ്ങനെ അറിയാനാണ് ആശാനെ? അത് വെറും ഒരു പരാതിയല്ലേ? ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അവൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയും ഞാൻ? അത് മാത്രമല്ല, അത് വായിച്ചിട്ട് അവള് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കില്ലേ പോകുന്നത്? ഇതുവരെ കണ്ട സ്വഭാവം വെച്ചിട്ട് അവൾ ആ SIയെ നിർത്തിപ്പൊരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അയാൾ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് മുകളിലേക്ക് പോകും. പിന്നെ പോലീസിന് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയാകും. അതിനിടയിൽ ഞാൻ തന്നെയാണ് സത്യഭാമയുടെ മകനെന്ന് ശാലിനി അങ്ങോട്ട് തിരിച്ചറിയും. പിന്നെ പോലീസ് ഈ പരാതി ഫോളോ ചെയ്തു തുടങ്ങിയാൽ പിന്നെ ശാലിനിയാണ് എനിക്കെതിരെ പരാതി കൊടുത്തതെന്ന് അമ്മയും അറിയും. അതോടെ ഈ കഥ ചക്ക കുഴയുന്നത് പോലെ അങ്ങ് കുഴയും. ദാസൻ ചോദിക്കുകയാണ്, അത്രയൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇതിന്? അങ്ങനെയാണെങ്കിൽ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഏട്ടത്തിയമ്മ ഇതിനോടകം ആ പേപ്പർ വായിച്ചിട്ടുണ്ടാകുമോ? അതിന് സാധ്യതയില്ലടാ, ഹോട്ടലിൽ വലിയ തിരക്കല്ലേ. മാത്രമല്ല, മേശപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടാണ് ആ കടലാസ് അവൾ ശ്യാമയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്. മിക്കവാറും അവൾ അത് രാത്രിയിൽ തുറന്നു നോക്കാനേ സാധ്യതയുള്ളൂ. അതാണ് നമ്മൾക്കുള്ള ഏക പിടിവള്ളി. ഇപ്പോൾ ആശാന്റെ മനസ്സിലുള്ളത് എന്താണ്? മനസ്സിലൊന്നുമില്ല. ശാലിനി ലെറ്റർ വായിക്കാൻ പാടില്ല, അതാണ് ആവശ്യം. ഒന്ന് ചിരിച്ചാലോചിച്ച് ദാസൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ ആശാനെ. തികച്ചും സാഹസികമായ ഒരു ഒറ്റ വഴി. പറഞ്ഞോ, എന്തായാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. അന്നേരം ദാസൻ പറയുകയാണ്, മോഷ്ടിക്കണം. എന്തോന്ന്, മോഷ്ടിക്കാനോ? അതെ. ഏട്ടത്തിയമ്മ ആ പരാതി വായിക്കുന്നതിന് മുൻപേ ഏട്ടത്തിയമ്മയുടെ മേശപ്പുറത്തു നിന്നും അത് മോഷ്ടിക്കണം നമ്മൾ. നീ എന്തൊക്കെയായി പറയുന്നത്? മോഷ്ടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കേസൊന്നും അല്ല അത്. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയമ്മയുടെ കണ്ണു മൂടി കിട്ടണം. അതുമല്ലെങ്കിൽ ഏട്ടത്തിയമ്മയുടെ തലക്കടിച്ച് ബോധം കെടുത്തണം. എന്താ പറ്റുമോ ആശാന്? വീണ്ടും ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, ദേ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. എന്റെ ആശാന്, ഇതിലൊരു തെറ്റുമില്ല. ഒരു അത്യാവശ്യം വന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഈ വിഷ്ണുവല്ല, പണ്ട് സാക്ഷാൽ മഹാവിഷ്ണു വരെ മോഷ്ടിച്ചിട്ടുണ്ട്. അതും ഒരു പെൺവേഷം കെട്ടി. അറിയുമോ ആശാന്? മഹാവിഷ്ണു എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, അതെ. പണ്ട് പാലാഴി കടഞ്ഞെടുത്ത അമൃത് മോഹിനി വേഷത്തിലെത്തിയ മഹാവിഷ്ണു അസുരന്മാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുകയല്ലേ ചെയ്തത്. അസുരന്മാർ ആ അമൃത് കഴിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആശാൻ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഒരു വഴിയുമില്ലാതെ വിഷ്ണു പറയുകയാണ്, പുല്ല്. മോഷണമെങ്കിൽ മോഷണം. എപ്പ പോകാമെന്ന് നീ പറയ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ വീടാണ്. അവിടെ ഗേറ്റിന് പുറത്ത് ബുള്ളറ്റിൽ എത്തുകയാണ് വിഷ്ണുവും ദാസനും. ഗേറ്റിന് പുറത്തു നിന്നും അകത്തേക്കൊക്കെ നോക്കുകയാണ് വിഷ്ണുവും ദാസനും. ദാസൻ പറയുകയാണ്, ആശാനെ, മോഷണത്തിന് പറ്റിയ സമയമാണ്. എല്ലാവരും ഉറക്കമാകാറായി എന്നാണ് തോന്നുന്നത്. നടക്കൂടാന്ന് സംശയത്തോടു കൂടി വിഷ്ണു ചോദിക്കുകയാണ്. എന്റെ ആശാനെ, നടക്കാതെ പിന്നെ? ഇതല്ലാതെ പിന്നെ വേറെ വഴി എന്താണെന്ന് പറയ്. എന്നാലും എന്ന് വിഷ്ണു പറയുമ്പോൾ ദാസൻ ചോദിക്കുകയാണ്, അതെന്താ ആശാന് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഭയം. എന്നാൽ അത് സാരമില്ല. ആദ്യത്തെ പ്രാവശ്യമേ ഇതുപോലുള്ള പേടിയും സംശയവും ഒക്കെ ഉണ്ടാകൂ. പയറ്റി തെളിഞ്ഞാൽ ആശാൻ ഇതൊരു തൊഴിലാക്കി എടുക്കാമല്ലോ. എന്നും പറഞ്ഞ് ദാസനെ അടിക്കാനോങ്ങുകയാണ് വിഷ്ണു. ഞാൻ പറഞ്ഞു ആശാനോട് ലവ് ലെറ്ററിന് പകരം ഏട്ടത്തി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി എടുത്തു കൊടുക്കാൻ. പറ്റിപ്പോയടാ, അതുകൊണ്ടല്ലേ നിന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ആണല്ലോ, എന്നാൽ ചെല്ലങ്ങോട്ട്. പ്രേമലേഖനം അങ്ങോട്ട് വെച്ച് കംപ്ലൈന്റ് പേപ്പർ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. എല്ലാം ഓക്കെ ആയിക്കോളും. അല്ല, അപ്പൊ നീ വരുന്നില്ലേ? എന്റെ ആശാനെ, കമ്പനി അടിച്ച് ജോലിയായി പോവാൻ ഇത് തൃശൂർ പൂരമൊന്നും അല്ല. ആശാന്റെ അതിസാഹസികമായ പ്രണയ ഇതിഹാസത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒരു അധ്യായമാണിത്. ധൈര്യമായിട്ട് ചെല്ലങ്ങോട്ട്. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുകയാണ് വിഷ്ണുവും ദാസനും. ചുറ്റുമൊക്കെ നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ്, ഉറങ്ങിയോ? ഏതിലേപ്പോ കേറുക എന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് വിഷ്ണു. നേരം അടുക്കള വാതിൽ തുറന്ന് വെള്ളം കളയാനായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാരദാമ്മ. ശാരദാമ്മയെ കണ്ട് ഓടി വിളിക്കുകയാണ് വിഷ്ണുവും ദാസനും. വിഷ്ണു പറയുകയാണ്, എടാ, അവര് ഉറങ്ങിയിട്ടില്ലടാ. ഉറങ്ങാൻ നോക്കിയിരുന്നാൽ പിന്നെ അവര് വാതിലെല്ലാം പൂട്ടില്ലേ ആശാനെ? പിന്നെ എങ്ങനെ അകത്ത് കിടക്കും? ഓട് വിളിച്ചു കയറുമോ? അതും ശരിയാന്നും പറഞ്ഞ് ശാരദാമ്മ തുറന്നിട്ട വാതിലിലേക്ക് നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അപ്പോ പിന്നെ കയറാമല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ 1 മിനിറ്റ് എന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ തലയിൽ കൈവച്ച് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുകയാണ് ദാസൻ. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയാണ്, പോടാ, അവന്റെ ഒരു മന്ത്രം.
അതിനുശേഷം തൂവാല കൊണ്ട് മുഖവും കണ്ണുമൊക്കെ മറച്ച് അകത്തേക്ക് കടക്കുകയാണ് വിഷ്ണു. ഒക്കെ പോയിട്ട് വരാമെന്ന് ദാസനോട് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ പോക്ക് കണ്ട് ദാസൻ കരുതുകയാണ്, ആഹാ, ആശാൻ ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ, എന്നാ പിന്നെ ഞാനും റെഡിയായി കളയാം. ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും തൂവാല എടുത്ത് മുഖം മറയ്ക്കുകയാണ് ദാസൻ. അകത്ത് കയറിയ വിഷ്ണു ശാലിനി വെള്ളവുമായി പോകുന്നത് കണ്ട് ഒളിച്ചു നിൽക്കുകയാണ്. പിന്നീട് ഇറങ്ങാനെ നോക്കുമ്പോൾ ശാരിയെ കണ്ട് വീണ്ടും ഒളിക്കുകയാണ് വിഷ്ണു. ഇവളുമാർക്കൊന്നും ഉറങ്ങാറായില്ലേ എന്ന് ചിന്തിക്കുകയാണ് വിഷ്ണു. പിന്നീട് ശാലിനിയുടെ അടുത്തേക്ക് ശ്യാമ വന്ന് പഠിക്കുന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ശ്യാമയോട് ഫോൺ നോക്കി പഠിക്കാം, ഫോൺ എവിടെയും ചോദിക്കുമ്പോൾ എന്റെ മുറിയിലാണെന്ന് ശ്യാമ പറയുന്നു. എങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ശ്യാമയുടെ മുറിയിലേക്ക് പോവുകയാണ് രണ്ടുപേരും. അവർ പോയ ശേഷം ഇതാണല്ലേ ഇവളുടെ മുറിയെന്നും പറഞ്ഞ് ശാലിനിയുടെ മുറിയിലേക്ക് കയറുകയാണ് വിഷ്ണു. പെട്ടെന്ന് മേശപ്പുറത്ത് ബുക്കിനിടയിൽ ഇരിക്കുന്ന ലെറ്റർ കാണുകയാണ് വിഷ്ണു. ഇത് തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞ് എടുത്ത് വായിച്ചു നോക്കിയ ശേഷം അതെടുത്ത് പോക്കറ്റിൽ വെക്കുകയാണ് വിഷ്ണു. പിന്നീട് വിഷ്ണു കൊണ്ടുവന്ന ലെറ്റർ എടുത്ത് ആ ബുക്കിലേക്ക് വെച്ച ശേഷം വിഷ്ണു പറയുകയാണ്, എന്റെ ഹൃദയം ഇവിടെ വയ്ക്കുകയാണ് മോളെ, നീ ഇത് താഴെയിട്ട് പൊട്ടിക്കരുതേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് വിഷ്ണു. പെട്ടെന്ന് ശാലിനിയുടെ ശബ്ദം കേൾക്കുകയാണ് വിഷ്ണു. അമ്മയെ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് ശാലിനി പറയുന്നു. എവിടെ വിളിക്കാമെന്ന് പറഞ്ഞ് ചുറ്റും നോക്കി പെട്ടെന്ന് കട്ടിലിനടിയിലേക്ക് ഒളിച്ചിരിക്കുകയാണ് വിഷ്ണു. റൂമിലേക്ക് വന്ന ശാലിനി കട്ടിലിലേക്ക് ഇരിക്കുകയാണ്. കട്ടിലിനടിയിൽ കിടക്കുന്ന വിഷ്ണു പെട്ടെന്ന് ശാലിനിയുടെ കാലിലെ കൊലുസ് ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു പറയുകയാണ്, എടാ കൊലുസേ, നീ മുഴുവൻ നേരവും എന്റെ പെണ്ണിന്റെ കാലിനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് അല്ലേ? പെട്ടെന്ന് ശാലിനി ആ ബുക്കിന്റെ പുറത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ കാണുകയാണ്. ആ ആപ്ലിക്കേഷൻ നോക്കിയില്ലല്ലോ എന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ശാലിനി. വിഷ്ണു പറയുകയാണ്, ഈ നിമിഷമാണ് മോളെ ഞാൻ കാത്തിരുന്നത്, അതിന് സാക്ഷിയായി മാറാൻ എനിക്ക് പറ്റിയല്ലോ. അന്നേരം ആ ലെറ്റർ എടുക്കുകയാണ് ശാലിനി. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിലെ വെള്ളം അവിടെ തട്ടി വീഴുകയാണ്. അത് ലെറ്ററിലൊക്കെ ആകുന്നു. വിഷ്ണു പറയുകയാണ്, അയ്യോ, എന്റെ ഹൃദയം നനഞ്ഞുപോയി. ശാലിനി ആ പേപ്പർ നിവർത്തുമ്പോഴേക്കും ശാലിനി കരുതുകയാണ്, ഒരക്ഷരവും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. താഴെ വീണ ഗ്ലാസ് എടുക്കാനായി ശാലിനി കുനിയുമ്പോൾ പെട്ടെന്ന് കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റ് വിഷ്ണു ഓടുകയാണ്. കള്ളൻ എന്ന് ശാലിനി വിളിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് അവിടേക്ക് വരികയാണ് ശാരദാമ്മ. ശാരദാമ്മയും തട്ടിമാറ്റി ഓടുകയാണ് വിഷ്ണു. കള്ളൻ കള്ളൻ എന്നും പറഞ്ഞ് ശാലിനി വീണ്ടും വിഷ്ണുവിന്റെ പുറകെ ഓടുകയാണ്. മോളെ ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മയും പുറകെ പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയ വിഷ്ണു ദാസിനോട് പറയുകയാണ്, എടാ ഓടിക്കോടാ, എന്തു പറ്റി? എടാ ഓടി വണ്ടിയിൽ കയറടാ, എടാ വേഗം കയറടാ എന്ന് പറയുകയാണ് വിഷ്ണു. എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും വിഷ്ണു വണ്ടി എടുത്ത് പോവുകയാണ്. വണ്ടി പോകുന്നത് കണ്ട് ശാലിനി പറയുകയാണ്, അവൻ രക്ഷപ്പെട്ടു. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താടി പറ്റിയത്? ഒരു കള്ളൻ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു, അവൻ രക്ഷപ്പെട്ടു. അന്നേരം ആകെ പരിഭ്രമിച്ച് ശാരദാമ്മ ചോദിക്കുന്നത്, അയ്യോ, ആരാ അത്? ശ്യാമ പറയുകയാണ്, ഒരു കള്ളൻ അല്ലാതെ പിന്നെ ആരാ? ശാലിനി പറയുകയാണ്, ഇത് വെറും കള്ളനല്ല, ഏതോ പരിചയമുള്ള കള്ളനാണ്. അവനെ എന്റെ കയ്യിൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ വാ, അവൻ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാമെന്നും പറഞ്ഞു ശ്യാമയും ശാരികയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. വീണ്ടും കള്ളൻ പോയ വഴിയെ നോക്കി ശാലിനി കരുതുകയാണ്, പരിചയമുള്ള ആരോ ആണ്, അതാരായിരിക്കും? പിന്നീട് കാണിക്കുന്നത് രാജിയുടെ വീടാണ്. ഇവിടെ കയ്യിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കട്ടിലിൽ ഇരിക്കുകയാണ് രാജി. അന്നേരം രാജിയുടെ അമ്മ ശാരദാമ്മയും കൂട്ടി വരികയാണ്. മോളെ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ശാരദാമ്മയൊന്നും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുന്ന രാജിയോട് ശാരദാമ്മ പറയുകയാണ്, എഴുന്നേൽക്കണ്ട, നീ അവിടെ ഇരിക്കുക. എങ്ങനെയുണ്ട് ഇപ്പോൾ? ക്ഷീണമൊക്കെ കുറവുണ്ട് ശാരദാമ്മേ. കുഴപ്പമില്ല എന്ന് പറയുകയാണ്. കൂടെ ശാന്തയും ഉണ്ട് ശാരദാമ്മയുടെ കൂടെ. നേരം ശാന്ത ഒരു കവർ രാജിയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെന്താ മോളെ? കുറച്ച് പഴങ്ങളാണമ്മേ, ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഒക്കെ. മോൾക്കിരിക്കാനെന്നും പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് അമ്മ. ശാന്ത പറയുകയാണ്, ഞാൻ ഇവിടെ എപ്പോഴും വരുന്നതല്ലേ അമ്മേ, അതിഥിയൊന്നും അല്ലല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. ശാരദാമ്മ കട്ടിലിൽ ഇരിക്കുകയാണ്. വേദന കുറവുണ്ടോ രാജിക്ക്? വേദനയൊക്കെ കുറവുണ്ട് ശാരദാമ്മേ. ചൊറിച്ചിലാണ് സഹിക്കാൻ വയ്യാത്തത്. പിന്നെ പൂർണ്ണമായിട്ടും സ്വാധീനം കിട്ടിയിട്ടില്ല ഇതുവരെ. പെട്ടെന്നെല്ലാം ശരിയാവുമായിരിക്കും. എന്ത് ലാഭമുണ്ടായിട്ടാണ് ആ മഹാഭാപികൾ? ശാരദാമ്മ പറയുമ്പോൾ രാജി പറയുകയാണ്, പോട്ടെ ശാരദാമ്മേ, ഇപ്പോൾ എല്ലാം നന്നായിട്ടല്ലേ കലാശിച്ചത്? ഭക്ഷ്യമേള നന്നായിട്ട് നടന്നു എന്നാണല്ലോ ഞാൻ കേട്ടത്. ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണിക്കും നിന്റെ സർജറിക്കുമുള്ള പണം തികഞ്ഞു. ഹോട്ടൽ അവിടെ പൊളിഞ്ഞു കിടന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെപ്പോഴായാലും നേരെയാക്കാമല്ലോ. പക്ഷെ അതുപോലെയാണോ മനുഷ്യ ശരീരം? ഒരാളുടെ കൈയുടെ സ്വാധീനം പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആജീവനാന്തം അതെനിക്കൊരു സങ്കടമായിട്ട് കിടക്കുമായിരുന്നു. അതൊന്നും ഓർത്ത് ഞാൻ വിഷമിച്ചിട്ടില്ല ശാരദാമ്മേ. വരാനുള്ളത് വരും, ഞാൻ അത്രയേ കരുതിയിട്ടുള്ളൂ. പിന്നെ അത്രയും വലിയ ആഘോഷവും ഭക്ഷ്യമേളയും ഒക്കെ കുടുംബശ്രീ ഹോട്ടലിൽ നടന്നപ്പോൾ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ച് ഒരു കുഞ്ഞു സങ്കടം ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്.
അല്ല, നമുക്ക് സ്പോൺസറായിട്ടൊക്കെ കിട്ടിയെന്ന് കേട്ടു. ഹോട്ടലിന്റെ ഭൂമി വീണ്ടെടുക്കാനുള്ള തുക വല്ലതും ആയോ ശാരദാമ്മേ? ഇവിടന്ന് അതൊക്കെ പലതവണയായി കിട്ടുന്ന ഓർഡർ അല്ലേ, അതിനൊക്കെ നമ്മൾ തന്നെ കിടന്ന് രാപ്പകൽ ജോലി ചെയ്യണം. കഴിഞ്ഞ ദിവസം വീട്ടിലൊരു കള്ളൻ കയറി. ഇവിടുത്തെ അവസ്ഥ കണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് 10 രൂപ വച്ചിട്ട് പോകാത്തത് മഹാഭാഗ്യം. രാജി പറയുകയാണ്, ഓർഡർ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒത്തുപിടിച്ച് നോക്കാം ശാരദാമ്മേ. കിട്ടുന്നതാവട്ടെ, നാളെ മുതൽ ഞാനുമുണ്ട് കുടുംബശ്രീ ഹോട്ടലിൽ. ശാന്ത പറയുകയാണ്, ഏയ് അതൊന്നും വേണ്ട, ആവശ്യത്തിന് വിശ്രമമൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി. തൽക്കാലം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അല്ല അമ്മേ, എത്ര ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്? 10-15 ദിവസം. എഴുന്നേറ്റ് നടക്കുമ്പോൾ ചെറിയ തലകറക്കവും ഉണ്ട്. അത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, ഉണ്ടാവും, ചോര കുറെ പോയതല്ലേ. വലിയ കത്തി കൊണ്ടല്ലായിരുന്നോ മുറിവ്? വിശ്രമിക്കാൻ ഡോക്ടർമാര് പറഞ്ഞാൽ അത് ചെയ്യണം, അത്ര തന്നെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ രാജി. ശ്യാമ മാത്രമേ ഉള്ളൂ ഹോട്ടലിൽ. വിവരങ്ങളെല്ലാം ശാന്ത പറയുന്നുണ്ടായിരുന്നു. എന്നാലും ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് നിന്നെ നേരിട്ടൊന്ന് കാണാഞ്ഞിട്ട് ഒരു മനസമാധാനവും കിട്ടിയില്ല. അതുകൊണ്ട് വന്നേയുള്ളൂ. ശരിയെന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് രാജിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്ത ശേഷം ശാരദാമ്മ പറയുകയാണ്, ഇതുകൊണ്ട് ഇവൾക്ക് ആരോഗ്യമുണ്ടാകുന്ന എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. ഇറച്ചിയോ മീനോ പച്ചക്കറികളോ എന്താണെന്ന് വെച്ചാൽ. പിന്നെ മരുന്നുകളും വാങ്ങിക്കാൻ കാണുമല്ലോ. അത് കണ്ട് രാജി പറയുകയാണ്, എന്താ ഇത്, അതൊന്നും വേണ്ട അമ്മ, അത് തിരിച്ചു കൊടുത്തേ. ഒന്നാമതേ കാശൊന്നുമില്ലാത്ത നേരത്ത്. ശാരദാമ്മ പറയുകയാണ്, മോളെ ഇത് മനസ്സറിഞ്ഞ് തരുന്നതാണ്, മടക്കി തരരുത്. എന്താ ശാരദാമ്മ ഇത്? ശമ്പളത്തിന് പുറമെ ഞാൻ അവിടെ നിന്ന് അഡ്വാൻസ് ആയിട്ട് എത്രയാ പറ്റിയിട്ടുള്ളതെന്ന് അറിയാമോ? വീട് നന്നാക്കാനും അമ്മയുടെ ആശുപത്രി ചെലവിനും ഒക്കെയായി ഇപ്പൊ തന്നെ 10,000 വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ സർജറിക്ക് വേണ്ടിയിട്ട് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും കാശ് എത്രയാ ഇറങ്ങിയത്? ഇതൊക്കെ ഇനി എപ്പോഴാണ് ഞാൻ വീട്ടിൽ തീർക്കുന്നത് എന്നോർക്കുമ്പോൾ രാജിയുടെ സങ്കടം കണ്ട് ശാരദാമ്മ പറയുകയാണ്, കടക്കാരി നീയല്ല മോളെ, ഞാനാണ്. നിന്റെ ശാരിമോളുടെ കഴുത്തിൽ കിട്ടേണ്ട മുറിവാണ് നീ ഏറ്റുവാങ്ങിയത്. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ശാരദ ഇത്രയും കാലം ജീവിച്ചത് പോലും വെറുതെ ആയി പോകുമായിരുന്നു. ഒരു തരത്തില് ശാരിയുടെ അല്ല, എന്റെ ജീവൻ തന്നെയാണ് നീ രക്ഷിച്ചതെന്നേ ഞാൻ പറയൂ. എത്ര ജന്മം കൊണ്ടാണ് ആ കടം ഞാൻ വീട്ടുക എന്ന് പോലും എനിക്കറിയില്ല. ഇറങ്ങട്ടെ മോളെ, നന്നായിട്ട് ഭേദമായിട്ട് വന്നാൽ മതി. എന്നാൽ പോയി വരാം രാജി എന്ന് പറഞ്ഞ് ശാന്തയും ശാരദാമ്മയും ഇറങ്ങുകയാണ്. അവർ പോയ ശേഷം പൈസ എണ്ണി നോക്കിയിട്ട് രാജിയുടെ അമ്മ പറയുകയാണ്, മോളെ 10,000 രൂപയുണ്ട്. അതിനു മാത്രം പൈസ കിട്ടിക്കാണുമോ ആ ഭക്ഷ്യമേളയിൽ നിന്ന്? രാജി പറയുകയാണ്, എവിടെന്ന്? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടമായിട്ടോ പലിശയ്ക്കോ വാങ്ങിയതാകും. അതും ആ പാവം തന്നെ പണിയെടുത്ത് വീട്ടണം. എന്നാലും പുറത്തതൊന്നും ആരും അറിയില്ല. അതാണ് കുടുംബശ്രീ ശാരദാമ്മ. കൈകൂപ്പി തൊഴേണ്ടതാണ് നമ്മൾ അവരെ. പിന്നീട് കാണിക്കുന്നത് ജീപ്പിൽ സുസ്മിതയും കൊണ്ടുപോകുന്ന വിഷ്ണുവിനെയാണ്. ഇറങ്ങിയ ശേഷം സുസ്മിത പറയുകയാണ്, ഓ മൈ ഗോഡ്, നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? വിഷ്ണു ഏട്ടാ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞ് ക്യാമറ ഓൺ ആക്കുകയാണ് സുസ്മിത. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, അതെ, സെൽഫി എടുത്ത് കളിക്കാനുള്ള സ്ഥലമല്ല അമ്പലം, പ്രാർത്ഥിക്കാനുള്ളതാണ്. നിനക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് തൊഴുതിട്ട് വാ. 10-15 മിനിറ്റ് ഞാനുണ്ടാകും ഇവിടെ. അതിനുള്ളിൽ തിരികെ വന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടും. അല്ലെങ്കിൽ വല്ല ഓട്ടോയും വിളിച്ച് പൊക്കോളണം, ഞാൻ എന്റെ വഴിക്ക് പോകും. അത് കേട്ട് അമ്പലത്തിനകത്തേക്ക് കയറി പോവുകയാണ് സുസ്മിത. സുസ്മിത പോയ ശേഷം വിഷ്ണു കരുതുകയാണ്, കുറെ സെൽഫിയുമായിട്ട് നടക്കുന്നു, ശല്യം. അവിടെ നിന്ന് ഫോൺ നോക്കി നിൽക്കുന്ന വിഷ്ണു പെട്ടെന്ന് ശാലിനി അമ്പലത്തിലേക്ക് വരുന്നത് കാണുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.